പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അമ്മമാരായ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നൽകാനുള്ള കാഴ്ച, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം എന്തായിരിക്കണം എന്ന് ഒന്നാലോചിക്കാം. പരിശുദ്ധ അമ്മയുടെ ചാർച്ചക്കാരിയായ എലിസബത്ത് പ്രായം കവിഞ്ഞവളും വൃദ്ധയുമായിരുന്നിട്ടും അവൾ ഗർഭിണിയായ വിവരം ഗബ്രിയേൽ ദൂതനിൽ നിന്നറിഞ്ഞപ്പോൾ തൻ്റെ സഹായം അവൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി തിടുക്കത്തിൽ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്ന അമ്മയെ നമുക്ക് മാതൃയാക്കിക്കൊണ്ട് പരസ്നേഹമാകുന്ന കാഴ്ച ഈ ജനന തിരുനാളിൽ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കാം. രണ്ടാമതായി, പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ എലിസബത്ത് അമ്മയോട് പറയുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു: കർത്താവ് അരുളിച്ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിറവേറുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നമ്മളും ഭാഗ്യവതികളായി മാറും. അടുത്തതായി, പരിശുദ്ധ അമ്മ വഴി നമ്മൾ അമ്മമാരെ തന്നെ ഈശോയ്ക്ക് കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ഈശോയുടെ അമ്മയും സഹോദരനും ഈശോയെ കാണാൻ വന്നപ്പോൾ ജനക്കൂട്ടം നിമിത്തം അവർക്ക് ഈശോയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ജനങ്ങളിൽ ചിലർ അവനെ അറിയിച്ചു: നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നു: ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ദൈവവചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് അമ്മയെപ്പോലെയും സഹോദരരെപ്പോലെയും പ്രിയങ്കരായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ദൈവവചനം ശ്രവിക്കുവാനും അനുസരിക്കുവാനുള്ള നല്ല തീരുമാനം അമ്മയ്ക്ക് കാഴ്ചയായി നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു.